മക്കളെ സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പം നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. നാളത്തെ എക്സാം നിങ്ങൾക്ക് പൊളിച്ചടുക്കി എഴുതാനുള്ളതാണ്. അപ്പോൾ പൊളിച്ചടുക്കി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം, ഇനി എന്തൊക്കെ പഠിച്ചാലാണ് എനിക്ക് മാർക്ക് കിട്ടുക, അങ്ങനെയുള്ള ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കി തരാം. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഫുള്ള് കാണണം. ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഒരു ഐഡിയ തരാം എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓണം എക്സാമിന് ശേഷമുള്ള ഭാഗം, അതായത് ഈ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു കപ്തക്ക് വരെയുള്ള പാഠങ്ങളാണ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കേ. ജബ് ഗാന്ധിജിക്ക് ഘടി ചോരി ചലി ഗയി എന്ന് പറയുന്ന പാഠം തൊട്ട് ജന ജന കാ ചെഹ്റ ഏക് എന്ന് പറയുന്ന കവിത, ഫുട്ബോൾ കി ദിൽ കാ രാജ എന്ന് പറയുന്ന പാഠം പഠിക്കണം. ഗർ പേട് താരിഖ് യാദേ പറയുന്ന ആ ലോങ് ചാപ്റ്റർ പഠിക്കണം. അതേപോലെ തന്നെ കപ്തക്ക് എന്ന് പറയുന്ന ലാസ്റ്റിലുള്ള കുഞ്ഞു കവിതയും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിലോട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. പണ്ടത്തെ ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് വരുള്ളൂ. ഏതും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഭാഗം ഏതാണ്? ഈ ഭാഗങ്ങളാണ്, ഈ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കൃത്യമായ ബോധം നിങ്ങൾക്ക് വേണം. 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഡയറി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, ഡയറിയുടെ ഫോർമാറ്റ് അറിഞ്ഞിട്ടുണ്ടാവണം. പത്ര അല്ലെങ്കിൽ ഖത്ത്, ലെറ്റർ എങ്ങനെ എഴുതാം. മിക്കവാറും നമുക്ക് എന്തിനുള്ള ലെറ്ററാ വരാറ്? നമുക്ക് സുഹൃത്തിനൊരു കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് വരാറ്. അപ്പം എന്ത് ചെയ്യണം, സുഹൃത്തിനുള്ള ആ കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഫോർമാറ്റ് ഒക്കെ പഠിച്ചാൽ 4 മാർക്കിൽ 2 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. ഡയറിയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ലെറ്ററിലാണെങ്കിൽ ചിലപ്പോൾ 2-2.5 മാർക്ക് ഫോർമാറ്റിന് മാത്രം കിട്ടും. പിന്നെ നടുവിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി എഴുതിയ 3 മാർക്ക് സെറ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പട്കഥ തിരക്കഥയാണ്. ഇതിനെക്കുറിച്ച് വലിയൊരു വീഡിയോ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. തീരെ ഒട്ടും അറിയാത്ത ആൾക്കാർ ആ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, പട്കഥയുടെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. എങ്ങനെ എഴുതാം, തിരക്കഥ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം. അതേപോലെ തന്നെ പോസ്റ്റർ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 4 മാർക്കിനാണ് സാധാരണ പോസ്റ്റർ വരാറ്. അപ്പൊ പോസ്റ്ററിന്റെ രീതിയും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഫുട്ബോൾ കി ദിൽ കാ രാജ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് മിക്കവാറും എന്ത് വരാൻ ചാൻസ്, നമ്മുടെ പോസ്റ്റർ വരാൻ ചാൻസ് കേട്ടോ. പിന്നെ എന്താണ് ആശയത്തിന് നമുക്ക് നോക്കിക്കേ, നമ്മൾ 2 കവിതയോളം പറഞ്ഞിട്ടുണ്ട്. ജന ജന കാ ചെഹ്റ ഏക് കപ്തക്, ഇതിൽ ഏതെങ്കിലും ഒരു കവിതയിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ആശയം വരും. അപ്പൊ ആശയത്തിനും എന്താണ്, വെറുതെ കുത്തിക്കലക്കി എഴുതലല്ല, ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ പിരമിഡ്, നിങ്ങൾക്ക് അറിയാം, പിരമിഡ് അല്ലെങ്കിൽ വാക്യ വിസ്താർ കരേ എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എന്താണ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയും. ഓക്കെ, പിന്നെ വാർത്താലാപ്, കോൺവെർസേഷൻ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ചരിത്രഗത വിശേഷത എന്ന് വെച്ചാൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. ആരുടെ വരാനാ ചാൻസ്? നമ്മുടെ ബായിയുടെ ഗർ പേട് താരക്ക് യാദേ എന്ന് പറയുന്ന പാഠത്തിലെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് വരാനാണ് സാധ്യത. വേറൊരു ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ അതാണ് നന്നായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 6 കാര്യങ്ങൾക്ക് കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. ഈ കൃത്യമായ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ മക്കൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെയാണ് ആ ഫോർമാറ്റുകൾ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ ഫോർമാറ്റ് മാത്രം പഠിച്ചത് 40 മാർക്കിന് നമുക്ക് എക്സാം വരാൻ പോകുന്നത്. അതിൽ ഒരു 20-25 മാർക്ക് ഈ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ വെച്ച് ലോജിക്ക് വെച്ച് അങ്ങോട്ട് എഴുതിയാൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പഠിക്കാതെ ഒരിക്കലും മക്കൾ പോകാൻ പാടില്ല. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പട്കഥയെ കുറിച്ചിട്ടാണ്. പട്കഥ എന്തായാലും വരെ ഒരു ക്വസ്റ്റ്യൻ പട്കഥയാണ്. അതിലൊരു മാറ്റമില്ല. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പട്കഥയാണ്. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് ഈ ഒരു വീഡിയോയിൽ പഠിച്ചോളാം. തിരക്കഥയാണ്. സിനിമ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സിനിമ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് ആണ്, ഒരു തിരക്കഥയാണ്. ആ തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് മക്കളോട് ചോദിക്കും, ഏത് പാഠത്തിൽ നിന്നായിരിക്കും ചോദിക്കുക? ഗർ പേട് താരക്ക് യാദേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് എന്ത് വരാൻ ചാൻസ്, പട്കഥ വരാൻ ചാൻസ്. അപ്പൊ ആ ഒരു പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് പോകുക. സംഭാഷണങ്ങൾ എവിടെ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അവിടെ നിന്നൊക്കെ എന്തും വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പട്കഥയും വരാൻ ചാൻസ് ഉണ്ട്. അതിൽ 2 പട്കഥ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെഗാ മാരത്തോൺ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് തരും. പിന്നെ എങ്ങനെ പട്കഥ എഴുതേണ്ട രീതി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയും. നോക്കാം, പട്കഥ എഴുതുന്ന സമയത്ത് മക്കൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് എഴുതലല്ല, സംഭാഷണം എഴുതലല്ല നമ്മുടെ എന്തെന്ന് പറയുന്നത്, പട്കഥ എന്ന് പറയുന്നത്. അതിന് കുറച്ച് കൃത്യമായ രീതികളും കാര്യങ്ങളും ഉണ്ട്. ആദ്യം നമ്മൾ സീൻ 1 എന്ന് എഴുതിയിട്ടുണ്ടാവണം. സീൻ 1 അല്ലെങ്കിൽ സീൻ 2 എന്ന് പറഞ്ഞിട്ട്, എടാ സിനിമയാടാ, സിനിമ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. സിനിമ പിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പൊ സീൻ 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. പിന്നെ എന്ത് എഴുതുന്നു മക്കള്? സ്ഥാൻ, കൃത്യമായ ഒരു പ്ലേസ് എഴുതണം. വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ നമുക്ക് വേണം. സ്ഥാൻ
സ്ഥാൻ എന്തായാലും പ്ലേസ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഇതിങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ മതിയുടെ. സീൻ 1 സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര, വേഷഭൂഷ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിങ്ങനെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്, ഓക്കെ, പട്കഥ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ, കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. കാരണം ഇതൊരു ഫോർമാറ്റ് ആണത്, സോറി ഇവിടെയാണല്ലേ, ഇതൊരു ഫോർമാറ്റ് ആണ്, അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, പ്ലേസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ സമയമാണ് എഴുതുന്നത്, ടൈമാണ് എഴുതുന്നത്. ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഉച്ചയാണ്, ദോപഹർ എന്താണ്, ദോപഹർ 1 ബജെ 1 മണിയാണ്, അല്ലെങ്കിൽ രാവിലെ സുബ 9 ബജെ രാവിലെ 9 മണിയാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പട്കഥ സീരിയസ് ആയിട്ട് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ വേറെയും വീഡിയോ ഉണ്ട്, അത് കാണണം കേട്ടോ. അപ്പൊ അതിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ അടക്കം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കാണണം കേട്ടോ മക്കള്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 4 മാർക്കിനാണ് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെന്താണ്, കഥാപാത്രങ്ങൾ. ഏതൊക്കെ കഥാപാത്രങ്ങളാണോ ആ കഥാപാത്രങ്ങളുടെ പേര് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഇപ്പൊ നമ്മൾ ഗർ പേട് താരക്ക് യാതയിലാണെങ്കിൽ നമുക്ക് 2 ഭാഗമാണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന് എന്താണ്, നമ്മുടെ അഭിഭാവകന്മാർ, ഗാർഡിയൻസും മക്കളും സംസാരിക്കുന്ന ഭാഗം. അപ്പം അഭിഭാവകന്മാരുണ്ട്, പിന്നെ കുട്ടികളുണ്ട്, ഒരു ലടുക്കയുണ്ട്, ഒരു ലടുക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സിന്റെ പേര് എണ്ണി നിങ്ങൾ എഴുതണം. ഒരു 3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സിന്റെ പേരാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഉമ്ര എന്ന് പറഞ്ഞൊരു ഭാഗം മക്കൾ കണ്ടോ. ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്, ഏജ് ആണ്. അവരുടെ വയസ്സാണ് എഴുതേണ്ടത്, അവരുടെ വയസ്സ്. ഇപ്പൊ ലടുക്ക എത്ര വയസ്സാണ്, ലടുക്കി ഇത്ര വയസ്സാണ്, അഭിഭാവകന്മാർക്ക് ഇത്ര വയസ്സാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജ് അല്ല, കുട്ടികളുടെ ഏജ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും, നമ്മുടെ മെഗാ മാരത്തോണിൽ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പട്കഥ പറഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും അതിൽ എത്ര ഏജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. കുട്ടികളാണ്, ഒരു 13-11 വയസ്സിന്റെ ആ ഒരു സമയത്താണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അഭിഭാവകന്മാർക്ക് ഇഷ്ടമുള്ള വയസ്സ് ഇടിച്ചു കൊടുക്കുക. അത്ര 60-70 ഒന്നും ഇടിച്ചു കൊടുക്കരുത്, ഒരു 53 അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി വേഷഭൂഷ എന്ന് വെച്ചാൽ എന്താണ്, ഡ്രസ്സാണ്. ഡ്രസ്സ് എന്ത് ചെയ്യാം, സാധാരണ കപ്പട എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കൊടുക്കുക കേട്ടോ. എന്താണ് സാധാരണ കപ്പട, എല്ലാവരും ഒരു സാധാരണ കപ്പടയാണ് ഇട്ടിട്ടുള്ളത്, ഒരു സാധാരണ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഇത്രയായി കഴിഞ്ഞാൽ തന്നെ സൂപ്പറാണ്, സിമ്പിളാണ്. പട്കഥയുടെ ഒരു മെയിൻ ഭാഗം കഴിഞ്ഞു. പിന്നെ ഘടന എന്നുള്ള ഭാഗത്ത് അവിടെ എന്താണ് നടക്കുന്നത്, കുട്ടികൾ ചിരിക്കുകയാണ്, കുട്ടികൾ കരയുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് എഴുതാനുണ്ടാവും, ആ ഭാഗം എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺവെർസേഷൻ എഴുതി വെക്കുക. മക്കൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, പട്കഥ എന്ന് കാണുന്ന സമയത്ത് മക്കൾ വെറും കോൺവെർസേഷൻ മാത്രം എഴുതി വെക്കും. അല്ല, അതിന്റെ മുകളിൽ കുറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്, ആ ഫിറ്റിങ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം മക്കൾ എന്താണ്, സാധാരണ നമ്മുടെ എന്തെഴുതാൻ വേണ്ടിയിട്ട്, കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സാധാരണ കോൺവെർസേഷൻ എവിടെ വരും, ഇവിടെ വരും. കഥാപാത്രം 1 സംസാരിക്കുന്നു, കഥാപാത്രം 2 സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോൺവെർസേഷൻ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട സാധനമാണ് ദൃശ്യിക അന്ത്. ഈ ഒരു സീൻ ഇവിടെ അവസാനിച്ചു, ദൃശ്യിക അന്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ സീൻ അവസാനിച്ചു. സീൻ 1 നമ്മൾ തുടങ്ങിയല്ലേ, ഇപ്പൊ സ്ഥാൻ, സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡറിൽ എഴുതി വെക്കുക, സംഭാഷണം എഴുതി വെക്കുക, ദൃശ്യിക അന്ത് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് എന്ത് ചെയ്യുക, എൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പട്കഥയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഫോർമാറ്റ് പഠിക്കണം. ഇനിയിപ്പോൾ സംഭാഷണം ഒന്നും മക്കൾക്ക്, സംഭാഷണത്തിന് കുറച്ച് ഭാഗം എവിടെ നിന്ന് കിട്ടും, ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സംഭാഷണം. പിന്നെ ഈ ഭാഗം എന്താണ്, ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഉണ്ടാക്കി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സന്ദർഭം കിട്ടുന്നില്ല എങ്കിലും സാരമില്ല, ഒരു ഏകദേശം ഐഡിയ വെച്ചതേ ഇതൊക്കെ വെച്ച് ഒരു എഴുത്തങ്ങ് എഴുതാം. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ പട്കഥയുടെ ഭാഗം എന്ന് പറയുന്നത്. പട്കഥയുടെ ഫോർമാറ്റ് മറക്കാതെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തതാണ് ഡയറി. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഡയറി ചോദിക്കുകയാണെങ്കിൽ ആ ഡയറി എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് അടുത്തേ പറയാൻ പോകുന്നത്. നമുക്ക് ആരുടെയൊക്കെ ഡയറി വരാൻ ചാൻസ് ഉണ്ട് നോക്കിക്കേ. നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ എന്ത് വരാൻ, ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഒരു ഡയറി വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ എന്താണ്, ഗാന്ധിജീനെ ചായ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു ഡയറി സംസാരിക്കുകയാണെങ്കിൽ ആ ഡയറി എങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗാന്ധിജിയുടെ ഡയറി, അന്ന് മൗണ്ട് ബാറ്റനോട് സംസാരിച്ച അന്നത്തെ ഗാന്ധിജിയുടെ ഡയറിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബായിയുടെ ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ബായിയുടെ ഡയറി എങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അതായത് ഡയറിയോ അല്ലെങ്കിൽ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും അല്ലേ, നമുക്ക് ലെറ്ററോ ഡയറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. അതായത് ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും പരിചയപ്പെട്ടു, കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബായിയുടെ ഡയറി. അപ്പൊ അങ്ങനെ എന്താണ് വരാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യതകളും നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഒഴിച്ചു കളയരുത്, കാരണം വരാൻ സാധ്യതയുണ്ട്. ഏത് ക്യാരക്ടേഴ്സിനെ ചോദിച്ചാലും എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. കഥാപാത്രത്തിന് സന്തോഷമാണെങ്കിൽ ഒരു ഡയറി, കഥാപാത്രത്തിന്
സങ്കടമാണെങ്കിൽ വേറൊരു ടൈപ്പ് ഡയറി. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ് കേട്ടോ. അപ്പം നടുവിൽ മാത്രം എന്താണ് മക്കള് മാറ്റി കൊടുത്താൽ മതി. എല്ലാവർക്കും ഡയറിക്ക് ഒരേപോലെ സാധനം എഴുതി വെച്ചാൽ മതി. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം, ഡയറി എഴുതുന്ന സമയത്ത് മക്കൾ എപ്പോഴും ഒരു സ്കെയിലും പെൻസിലും ആയിട്ട് വേണം ഹിന്ദിയുടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഡയറി, ലെറ്റർ, പോസ്റ്റർ ഇതിനൊക്കെ നമ്മൾ എന്ത് വരച്ചു കൊടുക്കും? നമ്മൾ ബോക്സ് വരച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വൃത്തിക്ക് ബോക്സ് ഒക്കെ വരയ്ക്കണം. പിന്നെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ലാസ്റ്റിലോട്ടൊന്നും ആയിട്ട് മക്കൾ എഴുതി കൊടുക്കരുത്. ലാംഗ്വേജിന്റെ എക്സാം ആണ്. അപ്പൊ ലെറ്റർ, ഡയറി ഒക്കെ പോലെ എഴുതുന്ന സമയത്ത് മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കി, എന്താണ് നമ്മൾ ഈ ഒരു സംഭവം എഴുതുകയാണ് കേട്ടോ. നോക്കാം, നമ്മൾ ആദ്യം ഡേറ്റ് എഴുതി കൊടുക്കുന്നു, പിന്നെ ടൈം എഴുതി കൊടുക്കുന്നു, പിന്നെന്താണ് നമ്മൾ ഡേ എഴുതി കൊടുക്കുന്നു. ഇത് നിർബന്ധമാണേ. ഈ 3 ആൾക്കാർ എന്തായാലും എഴുതി കൊടുത്തോളാം. ഡയറിയുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ്. ടൈം പലരും എഴുതാറില്ല, പക്ഷെ മക്കൾ എഴുതി പഠിച്ചോളൂ. ടൈമും കൂടി നമ്മുടെ എന്താണ് ഡയറിയിൽ എഴുതാറുണ്ട് ഇപ്പം. അപ്പൊ നോക്കാം, 9 ബജെ ഈ ഒരു സംഭവം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എല്ലാവരും രാത്രി 9 മണിക്കാണ് എഴുതാം. രാത്രി 9 ബജെ എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇഷ്ടമുള്ള ഒരു വാർ എഴുതി വെക്കാം. ബുധവാർ, സോമവാർ, രവിവാർ, ശുക്രവാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. പിന്നെ ഡേറ്റും ഇഷ്ടമുള്ളത് എഴുതി വെച്ചോളാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നോക്കാം എന്തൊക്കെയാണ്. ആജ് കാ ദിൻ മേ कैसे ഭൂലും, അങ്ങനെ പഠിച്ചു വെക്കേണ്ട സാധനമാണേ. ഡയറിയുടെ ഈ ഒരു ഫസ്റ്റത്തെ ഫോർമാറ്റ് മാത്രം മക്കൾ അക്ഷരത്തെറ്റില്ലാതെ അങ്ങനെ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ നടുവിലൊക്കെ കുറച്ച് അക്ഷരത്തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് തുടക്കം ഉണ്ടല്ലോ, ആ തുടക്കം നല്ലതായിരിക്കണം. അപ്പൊ നോക്കാം, ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം, മേ ഞാൻ, कैसे ഭൂലും എങ്ങനെ മറക്കും എന്നുള്ളതാണ് എഴുതുന്നത്. ആജ് ഖുഷി കാ ദിൻ താ, സന്തോഷമുള്ള ഡയറി ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ പറയാണ് ആജ് ഖുഷി കാ ദിൻ താ, ഇന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇനി അഥവാ നമ്മുടെ കുഞ്ഞുമോന്റെ ഗർ പേട് താരയ്ക്ക് യാതയിലെ ബായുടെ ഡയറി ആണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും എഴുതുക? ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, ഇന്ന് എനിക്ക് ഖുഷിയുള്ള ദിവസമായിരുന്നു, ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു, അച്ഛനും അമ്മേനും കണ്ട ദിവസമല്ലേ. അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലെ. മേരാ മൻ ബഹുത് ബർ ഗയാ ഹെ, എന്റെ മനസ്സ് ഒരുപാട്. ഇതൊക്കെ എഴുതി വെച്ചോടാ, മാർക്ക് കിട്ടുവോടാ. നോക്കാം, മേരാ മൻ എന്ന് വെച്ചാൽ എന്റെ മനസ്സ്, ബഹുത് ബർ ഗയാ ഹെ ഒരുപാട് നിറഞ്ഞിരിക്കുന്നു. ഒന്നും നടുവിലൊന്നും ഇല്ലെങ്കിലും ഈ സാധനങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. എന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ, നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, യെസ്, ഇത്രയും ഖുഷി, ഇത്രയും ഹാപ്പിനെസ്, ഇത്രയും സന്തോഷം ജിന്ദഗിമേ ലൈഫില് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡയറി തുടങ്ങുന്നു. നടുവിലാണ് നമ്മൾ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഡയറി കൺക്ലൂഡ് ചെയ്യാം? ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. യ മേരെ ജീവൻ കാ, ഇതെന്റെ ലൈഫിലെ ഒരു അവിസ്മരണീയ ദിൻത. അവിസ്മരണീയ എന്നാണ് മറക്കാൻ സാധിക്കാത്ത. അവിസ്മരണീയ പഠിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നോക്കുക, അവിസ്മരണീയ ദിൻത ഒരു എന്താണ് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അത് എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഓറാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു സെന്റൻസ് ആണ് ആജ് കാ ദിൻ മേരെ ലിയേ ഹമേഷ, എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? യാദ്ഗാർ. യാദ്ഗാർ വെച്ചെന്താണ്? ഓർമ്മ നിൽക്കും എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ്? ഓർമ്മ നിൽക്കും. യാദ്ഗാർ ഓർമ്മ നിൽക്കും എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, ഇത് സന്തോഷമാണെങ്കിലുള്ള ഡയറിയാണ്. ഇനി സങ്കടമാണെങ്കിൽ ഒരു മാറ്റമില്ല, കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ വരുത്തണ്ടോ. കുറച്ച് മാറ്റങ്ങൾ. മൗണ്ട് ബാറ്റന് ചിലപ്പോൾ സങ്കടമൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഡേറ്റും ടൈമും ഡേയും എഴുതാൻ വേണ്ടി മറക്കരുത്. എന്നിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്നു ആജ് കാ ദിൻ മേ कैसे ഭൂലും. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെ മറക്കും? നമ്മൾ कैसे ഭൂലും എന്ന് പറഞ്ഞ് 2-3 കുത്തൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഓക്കെ, ആജ് कैसे ദിൻ താ, ഇന്ന് എങ്ങനെയുള്ള ദിവസമാണ് എന്ന് പറയാണ്. ഇത്തനാ ബുറാ ദിൻ, ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു ഡേ ജിന്ദഗി മേ ലൈഫിൽ എന്താണ് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്. മറ്റേ ഖുഷി ആയിരുന്നു, ഇത് ബാഡ് ആയിട്ടുള്ള ബുര ആയിട്ടുള്ള മാറ്റി, അത്രേ ഉള്ളൂ. മറ്റേത് ഖുഷി, ഇത് ബുര, അത്രേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എഴുതാം. പിന്നെന്താണ്, ലാസ്റ്റ് നമ്മൾ സെയിം സെന്റൻസ് എഴുതി വെച്ചാൽ മതി. മേരെ ജീവൻ കാ ഏക അവിസ്മരണീയ ദിൻ. ഇന്ന് ഇതെന്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയായിട്ടുള്ള അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദേ യാദ്ഗാർ ദിൻ രഹേഗ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം. സെറ്റടാ, ഇത്രയേ ഉള്ളൂ ഡയറി. ഇനി നടുവിൽ നമുക്ക് എന്തും എഴുതി വെക്കാം. നടുവിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ സെറ്റാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇതിന്റെ ഡയറി എന്തായാലും ഒരു ഡയറി വരും. ഡയറി ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ലെറ്റർ വരും, അല്ലെങ്കിൽ ഡയറി വരും. അപ്പം നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. ഇനി
ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ് മിത്രന് ലെറ്റർ എഴുതാനാണ്, സുഹൃത്തിന് ലെറ്റർ എഴുതാനാണ് വരാറ്. മൗണ്ട് ബാറ്റന്റെ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്, ഗാന്ധിജിയുടെ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്, ബായിയുടെ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. ബായി ചിലപ്പോൾ എന്താണ് അച്ഛനും അമ്മയ്ക്കും ഒരു കത്ത് എഴുതുക, അച്ഛൻ അമ്മേ ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതാണ്. അപ്പൊ സുഹൃത്തിനാണെങ്കിലും അച്ഛനാണെങ്കിലും ഏകദേശം എന്താണ് സാധനങ്ങളൊക്കെ സെറ്റാണ്, സാധനങ്ങളൊക്കെ ഒരേ ടൈപ്പാണ് വരിക കേട്ടോ. ഓക്കെ, ബായി പാരന്റ്സിന് എഴുതുന്ന ലെറ്റർ ഇന്ന് മെഗാ മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. ഓക്കെ, ലെറ്ററിന്റെ ഫോർമാറ്റ് എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഈ ലെറ്ററിന്റെ ഫോർമാറ്റിന് മാത്രം 2-2.5 മാർക്ക് കിട്ടും. നടുവിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും 3 മാർക്ക് സെറ്റാണ്. അപ്പൊ പട്കഥയും ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടി കയറി അങ്ങ് എഴുതണം അത്. കാരണം ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒരിക്കലും വിടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്താണ്, നല്ലതായിട്ട് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സ്ഥാൻ പിന്നെന്താണ് ഡേറ്റും എഴുതി വെക്കുക. പ്ലേസ് ആണ് കേട്ടോ. ഡയറിയുടെയും ലെറ്ററിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകരുത്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പ്ലേസും ഡേറ്റും ആണ് നമ്മൾ എഴുതേണ്ടത്. അത് ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ 2 സ്ഥലത്തും എന്താണ് ഇട്ട് കാണാറുണ്ട്. ഇവിടെ എഴുതിയാലും ശരിയാണ്, അവിടെ എഴുതിയാലും ശരിയാണ്, നമ്മൾ 2 സ്ഥലത്തും ഇട്ട് കാണാറുണ്ട്. ഇനിയിപ്പോൾ അത് അയ്യോ ആ സൈഡായി പോയി എന്ന് പറഞ്ഞ സങ്കടമൊന്നും പെടണ്ട, നമ്മൾ 2 സ്ഥലത്തും എഴുതാറുണ്ട് കേട്ടോ. ഇനി നോക്കാം, സുഹൃത്തിനാണ് എഴുതുന്നതെങ്കിൽ നോക്കാം, പ്രിയമിത്ര, പ്രിയപ്പെട്ട സുഹൃത്തെ, മിത്ര എന്നാണ് വിളിക്കുക കേട്ടോ. പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു കോമയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം ഇവിടെ നിന്നാണ് മക്കൾ തുടങ്ങേണ്ടത് കേട്ടോ. കുറച്ച് ഭാഗം വിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം. നോക്കാ, തും കാസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, അതായത് നിനക്ക് സുഖമാണോ എന്നുള്ളതിന് നമ്മൾ തും കാസേ ഹോ എന്നാണ് ചോദിക്കുക കേട്ടോ. തും കാസേ ഹോ എന്നാണ് ചോദിക്കുക. മേ യഹാ ടീക് ഹൂ, ഞാനിവിടെ ഓക്കെയാണ്, എനിക്ക് സുഖമാണ്. ഇതങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമാണേ. ഒരു തരത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ മാറ്റി വെക്കരുത്. നോക്കാം, മേ പത്ര ഏക് വിശേഷ് ബാത്ത് ബത്താനെ കേ ലിയേ ലിഖ് രഹാ ഹൂം, ഞാനൊരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്ന് പറയുന്നു. കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഈ കുത്തങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് കേട്ടോ. ലാസ്റ്റ് ലെറ്റർ അവസാനിച്ചോ ഇല്ല, നമ്മുടെ കഥയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 3rd പാരഗ്രാഫിൽ നമ്മൾ പാരഗ്രാഫ് തിരിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി നോക്കട്ടോ. 3rd പാരഗ്രാഫിൽ സബ്കോ മേരാ പ്യാർ കഹ് ദേന, എല്ലാവരോടും എന്തറിയണം, എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കണം. ജവാബി പത്ര, മറുപടി കത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാ. തുമാരാ മിത്ര, നെയിം എഴുതി കൊടുക്കുക. ഒരിക്കലും വിട്ടുപോകാത്ത സാധനം, വിട്ടുപോകാൻ പാടില്ലാത്ത സാധനം സേവാമേ, നാം പത്ത. ഇതങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഒന്നുമില്ല, അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ്. ഇനിയിപ്പോൾ അഡ്രസ്സ് ഒന്നും എഴുതി കഷ്ടപ്പെടേണ്ട. സേവാമേ എന്ന് വെച്ചാൽ ടു, നാം പത്ത, നാം എന്ന് വെച്ചാൽ നെയിമാണ്, പത്താന്ന് വെച്ചാൽ അഡ്രസ്സാണ്. അങ്ങനെ എഴുതി ബോക്സിൽ ഇട്ടുകൊടുത്താൽ മതി, സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ആ ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ഇനി പോസ്റ്റർ ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യത നമ്മുടെ പെലെയുടെ ചാപ്റ്ററിൽ നിന്നുള്ള പോസ്റ്റർ തന്നെയാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പോസ്റ്റർ വരികയാണെങ്കിൽ 2 ടൈപ്പ് പോസ്റ്റർ നമുക്ക് വരും. 2 ടൈപ്പ് പോസ്റ്റർ വരും. ചിലപ്പോൾ എന്താണ് വെറുതെ എന്തെങ്കിലുമൊക്കെ യുദ്ധത്തിനൊക്കെ കുറിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം യുദ്ധം മോശമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് പോസ്റ്റർ ഉണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് പോസ്റ്ററിന്റെ പ്രത്യേകത എന്താണ്, ആരെങ്കിലും എന്തിനെങ്കിലും നമ്മൾ എന്താണ് ക്ഷണിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ പെലെയുടെ ജന്മദിനമാണ്. പെലെയുടെ ജന്മദിനത്തിന് എല്ലാവരും ഒരു പോസ്റ്റ് തയ്യാറാക്കണം. പെലെയുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ ആഘോഷിക്കാനുള്ളതാണല്ലോ, ആഘോഷമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാറാണ്, എല്ലാവരും ക്ഷണിക്കണം, അങ്ങനെ എന്തെങ്കിലും ഹിന്റ് മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മനസ്സിലായാൽ ഈ സൈസ് പോസ്റ്റാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുക. സ്വാഗതം ചെയ്യണം, സ്വാഗതം മസ്റ്റാണ്. ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം, ടൈം എഴുതിയിട്ടുണ്ടാവണം, പ്ലേസ് എഴുതിയിട്ടുണ്ടാവണം. ഒരു നോട്ടീസ് കണക്കെയുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. അപ്പോൾ പോസ്റ്റർ കണ്ടുപിടിക്കുന്നത് മക്കളുടെ ലോജിക്കാണ്, ഏത് ടൈപ്പ് പോസ്റ്ററാന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് എന്തായാലും കണ്ടുപിടിക്കണം. സ്വാഗതം ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ വെറുതെ എല്ലാ വിഷയവും എഴുതി വെച്ചാൽ മതിയോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ നോക്കി, ഇതെന്താണ്, ജന്മദിന സമാരോഹം, എന്താണോ വിഷയം അത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുക. ആരുടെയാണ്, പെലെയുടെയാണ്. പിന്നെ മക്കൾ എന്ത് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ടൈം എഴുതുന്നു, പിന്നെന്താണ്, പ്ലേസ് എഴുതുന്നു, പിന്നെ സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ക്ലബ്ബാണോ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്നത് അവരുടെ പേര് ഇവിടെ എഴുതി വെക്കുക. നമ്മൾ ഹിന്ദി ക്ലബ്ബാണല്ലോ, അപ്പോൾ ഹിന്ദി ക്ലബ്ബ് എഴുതി വെച്ചാൽ മതി. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. പോസ്റ്ററും വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതേ പോസ്റ്റർ വരണം എന്ന് ഒരു ഇതും ഇല്ല, ഏത് പോസ്റ്റർ വേണമെങ്കിലും വരാം. മക്കൾ ലോജിക്കിനനുസരിച്ച് തയ്യാറാക്കുക. എല്ലാവരെയും സ്വാഗതം ചെയ്യേണ്ടതാണെങ്കിൽ ഡേറ്റ്, ടൈം, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. ഈ ആരാണോ ക്ലബിന്റെ ആൾക്കാർ അവർ വേണം, എല്ലാവരും സ്വാഗതം ചെയ്യണം. ഇനി
മറ്റേ ടൈപ്പ് ആണെങ്കിൽ ഒരു 3 വിഷയമെങ്കിലും, ഇപ്പോൾ യുദ്ധമാണെങ്കിൽ നമ്മൾ മെഗാ മാരത്തോൺ ഡിസ്കസ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് പോസ്റ്ററും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പിരമിഡാണ്. പിരമിഡിന്റെ ആ ഒരു ഭാഗമാണ്. പിരമിഡ് എങ്ങനെയാ എന്ന് മക്കൾക്ക് അറിയാം. എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക. 3 മാർക്കിനും പിന്നെന്താണ് 2 മാർക്കിനും പിരമിഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടേ. അപ്പം അത്രയും മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കി കളയരുത്. അപ്പം പിരമിഡ് ഇതുവരെ അറിയാത്ത മക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. നമുക്ക് 2 സെന്റൻസോ 1 സെന്റൻസോ തരും. പിന്നെ കുറച്ച് ഹിന്റുകൾ എവിടെ തരും, ഇവിടെ തന്നിട്ടുണ്ടാവും. ഏതൊക്കെ? പുരാനി എന്ന് തന്നിട്ടുണ്ട്, റെയിൽ ഗാഡി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ 2 ഹിന്റുകൾ തന്നിട്ടുണ്ടാവും. ഈ ഹിന്റുകളൊക്കെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് എഴുതുന്ന പരിപാടിയാണ്. അപ്പം എന്താണ്? ചുവന്ന പൂവ്, മുറ്റത്തുള്ള ചുവന്ന പൂവ്, മുറ്റത്തുള്ള ഭംഗിയുള്ള ചുവന്ന പൂവ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് എഴുതുന്ന പരിപാടി. അതാണ് എന്ത് പറയുന്നത്, പിരമിഡ് അല്ലെങ്കിൽ വാക്യ വിസ്താർ കര എന്ന് പറയുന്നത്. പല മക്കളും തെറ്റിച്ചെഴുതി വെക്കാറുണ്ട്. എങ്ങനെ? എല്ലാം മൊത്തം ചേർത്ത് ഒറ്റൊരു സെന്റൻസ് അങ്ങ് എഴുതി വെക്കും. അല്ല, ചേർത്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ട പരിപാടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇതേ നോക്കിക്കേ, ഗഡി ചോരി ചലി ഗയി, വാച്ച് കളഞ്ഞു പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് നോക്കിക്കേ, ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞു പോയി എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഹിന്ദായിട്ട് മക്കൾക്ക് എന്ത് തന്നു? പുരാനി എന്ന് വെച്ചാൽ എന്താണ്? ഓൾഡ് എന്നുള്ള അർത്ഥമാണ്. റെയിൽ ഗാഡി എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിനിൽ നിന്നും എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി ഇത് കുത്തിക്കയറ്റണം. ചോരി ചലി ഗയി, കളഞ്ഞുപോയി. ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞുപോയി. ഗാന്ധിജിയുടെ ഓൾഡ് വാച്ച്, പഴയ വാച്ച് കളഞ്ഞുപോയി. റെയിൽ ഗാഡിയിൽ നിന്നും ട്രെയിനിൽ നിന്നും ഗാന്ധിജിയുടെ ഓൾഡ് വാച്ച് കളഞ്ഞുപോയി. ഇതായിരിക്കണം നമ്മുടെ സെന്റൻസ്. അപ്പൊ ആദ്യം മലയാളത്തിൽ ഒരു കൃത്യമായ ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് അത് ഹിന്ദിയിലോട്ട് മാറ്റുക. മാറ്റിക്കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു കോലത്തിൽ നമുക്ക് കിട്ടും. നോക്കുക, ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞുപോയി. ഗാന്ധിജിയുടെ ഓൾഡ് വാച്ച് പുരാനി ഇത് ഇവിടെ ചേർത്ത് കൊടുത്തു, ഗഡി ചോരി ചലി ഗയി. റെയിൽ ഗാഡിയിൽ വെച്ചിട്ട് ഗാന്ധിജിയുടെ പുരാനി ഗഡി ചോരി ചലി ഗയി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ മലയാളം സ്ട്രക്ചറും ഹിന്ദി സ്ട്രക്ചറും ഏകദേശം ഒരേപോലെയാണ്. മക്കൾ ആദ്യം മലയാളത്തിൽ ഉണ്ടാക്കുക, സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഉണ്ടാക്കുക, എന്നിട്ട് ഹിന്ദിയിലോട്ട് മാറ്റിയ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിന് മാർക്ക് കിട്ടാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും 3 മാർക്കും 2 മാർക്കും ഒക്കെ ഇതിനുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കരുത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചോദിക്കുന്ന മിസ് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. അതിൽ കുറെ എണ്ണത്തിന് കുറച്ച് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിയുമെങ്കിൽ തന്നെ, കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹിന്ദി സൂപ്പറായിട്ട് എഴുതാടാ. വലിയ കൊമ്പുള്ള സാധനം ഒന്നും അല്ല ഇത്. വളരെ സിമ്പിൾ ഒരു എക്സാം ആണ്. ഓക്കെ, കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കുക, കുറച്ച് ലോജിക് ഉണ്ടായിരിക്കുക, കുറച്ച് എന്താണ് ഇതിനെക്കുറിച്ച്, ഈ പാഠഭാഗത്തിനെ കുറിച്ച് കുറച്ച് എന്താണ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഇത്രയും അറിഞ്ഞാൽ തന്നെ കുറച്ച് തള്ളി മറിക്കാൻ പറ്റുന്നുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കഴിയും. ഈ ഒരു ഫുൾ കാര്യം നന്നായിട്ട് മിസ് ഇപ്പോൾ പറഞ്ഞ ഫോർമാറ്റുകളൊക്കെ കൃത്യമായിട്ട് ആലോചിച്ച് പോവുകയാണെങ്കിൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ അല്ലെങ്കിൽ സൂപ്പറാണ്, നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം സൂപ്പറായിട്ട് എഴുതിക്കോളാം. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ, ബൈ ബൈ.